എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി എന്ന് പറയുന്നത് ക്ഷീണം ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാകും, പിന്നെ മാറി എവിടെയെങ്കിലും പോയി ഇരിക്കുക, ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, ഫുൾ റെസ്റ്റ്. പക്ഷേ അതങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് വരുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പ്രഗ്നൻസി ജേർണി അല്ലെങ്കിൽ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായിരുന്ന കുറച്ച് എക്സ്പീരിയൻസസ്, കാര്യങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു എൻ്റെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് എക്സ്പീരിയൻസസും പിന്നെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ പ്രഗ്നൻസി ജേർണി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞാനിങ്ങനെ വിചാരിച്ചതായിരുന്നു കേട്ടോ, ആ ഒരു 3 മാസം കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇടാം. കാരണം എനിക്ക് എൻ്റെ ഫസ്റ്റ് ആ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ആ ഒരു 3 മാസം എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. അത് എൻ്റെ ബോഡിയിലുള്ള ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡിലുള്ളതാണെങ്കിലും എൻ്റെ അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പീരീഡായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പോലെ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. കാരണം ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും അധികം അന്വേഷിക്കുകയോ പിടിക്കുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എനിക്ക്. അപ്പോൾ എല്ലാം ഞാൻ ത്രൂ അല്ലെങ്കിൽ എനിക്ക് ഓരോ എക്സ്പീരിയൻസുകൾ വരുമ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ അറിയണത്. ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പോലെ ഒന്നും അറിയാത്തൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. കുറച്ചൊക്കെ ഒന്ന് മൈൻഡ് ആദ്യമൊന്ന് സെറ്റാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു 7 വീക്ക് വരെയൊന്നും എനിക്ക് കുഴപ്പമുണ്ട്. അതിന് ഒരു നോർമൽ ആയിട്ടുള്ള ഇതായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2025 ഡിസംബറിലാണ് ആക്ച്വലി കൺസീവ് ആവുന്നത്. അറിയുന്നത് ജാനുവരി ഒരു ഫസ്റ്റ് വീക്ക് കഴിയുമ്പോഴാണ് കേട്ടോ അത് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ട്രാവൽ ചെയ്ത് ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്ന ഒരു മാസമായിരുന്നു. ഞാൻ ഒട്ടും വിചാരിക്കണില്ലായിരുന്നു. കാരണം ആ മാസം തന്നെയായിരുന്നു നമ്മൾ തഞ്ചാവൂർ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ ഫുള്ള് ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ ഫുൾ ട്രാവലായിരുന്നു. നിപ്പും മോട്ടും ഇതൊക്കെയായിരുന്നു. പ്രോപ്പറായിട്ട് ഉറങ്ങാനൊക്കെ പറ്റാണ്ട് ഭയങ്കരമായിട്ട് ടയേർഡായി പോയിട്ടുണ്ടായിരുന്ന ഒരു 3 ദിവസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. കട്ടപ്പനയിലായിരുന്നു അത്. അപ്പോൾ കട്ടപ്പനയിൽ നമുക്കറിയാമല്ലോ, ഇവിടെ എറണാകുളത്ത് നിന്ന് കട്ടപ്പന വരെ ബസ്സിൽ ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെയാണ്, കൊളീഗ്സായിട്ടാണ് പോകുന്നത് ഓഫീസിൽ നിന്ന്. അപ്പോൾ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാട്ടും കൂത്തും തുള്ളലൊക്കെ ആയിട്ട് ബാക്ക് സൈഡിൽ അറിയാമല്ലോ, ഭയങ്കര കുലുക്കവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഒരു ക്ഷീണം പോലെ ഉണ്ട് ആക്ച്വലി. പക്ഷെ ഒട്ടും വിചാരിക്കണില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ ഒരു 2-3 ദിവസം നമ്മൾ കട്ടപ്പനയിലായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ 3 ദിവസവും നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ന്യൂ ഇയർ ആണ്, ക്രിസ്മസ്, അതിൻ്റെയൊക്കെ തിരക്കായിട്ട് പിന്നെയും നമ്മൾ ഫുൾ ബിസി ആയിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ അതിന് മുന്നത്തെ വീക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹർബറി ആയിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ എനിക്ക് ക്ഷീണമുണ്ട്, പക്ഷേ എനിക്കത് അറിയാനുള്ളൊരു ഇതില്ല. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ക്ഷീണമൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് കൂടി. എനിക്ക് 2025 തന്നെ ഡെങ്കു വന്നിട്ടുണ്ടായിരുന്നു. ഒരു ജൂലൈ ആ ഒരു ടൈമിലാണ് ഡെങ്കു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെങ്കു വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു അത്രയും ക്ഷീണം എനിക്ക് തോന്നിയിട്ടുണ്ടാവുന്നത്. ഡെങ്കു വന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, തലയൊക്കെ ചുറ്റി ആകപ്പാട് വല്ലാത്തൊരു ക്ഷീണമായിരുന്നു. അതുപോലത്തെ ഒരു ക്ഷീണമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഡെങ്കു ആണെന്ന് തോന്നണം. എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം, എന്നെ തലവേദന എടുത്തിട്ട് വയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറയണുണ്ട്. അപ്പോൾ എല്ലാവരും പറയും വെള്ളം കുടിക്കാഞ്ഞിട്ടാണ് തലവേദന. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് എന്നിട്ടും തലവേദനയാണ്. അപ്പോൾ 3-ാം തീയതി ഞങ്ങൾക്ക് വേറെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെയും പോയി. അവിടെ നിന്നാണെങ്കിലും നമ്മൾ 12 മണി 1 മണിയായപ്പോഴാണ് തിരിച്ചെത്തണത്. അപ്പോൾ അപ്പോഴും ഹറിബറി ആയിട്ടാണ് കിടക്കണം, ഉറക്കമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാമെന്ന് ഓർത്താൽ അങ്ങോട്ട് തള്ളി നീക്കി. അങ്ങനെ നമുക്ക് ജാനുവരിയിൽ പീരിയഡ്സിൻ്റെ ഡേറ്റ് തെറ്റി. അപ്പോൾ എനിക്കങ്ങനെ പീരിയഡ്സിൻ്റെ ഡേറ്റ് തെറ്റാറില്ല. ആകെ ഒരു വട്ടമാണ് എനിക്ക് പീരിയഡ്സിൻ്റെ ഡേറ്റ് തെറ്റിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അന്ന് നമ്മൾ ഡോക്ടറെ പോയി കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞാൽ PCOD ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നാളെ എനിക്ക് PCOD ഇല്ലയെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് PCOD ഉണ്ടെന്ന് കൺഫേം ചെയ്ത് ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല, പീരിയഡ്സ് ആയില്ല എന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിക്കാം, അങ്ങനത്തെ ഒരു രീതിയിൽ പറഞ്ഞു. പക്ഷേ ടാബ്ലറ്റ് കഴിക്കാൻ തന്നെ പിറ്റേ മാസം നമുക്ക് പ്രോപ്പറായിട്ട് വന്നു. പിന്നെ ബാക്കി എല്ലാ മാസവും നമുക്ക് പ്രോപ്പറായിട്ട് പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ റെഗുലറായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇനി അതുപോലെ എന്തെങ്കിലും ആണെന്ന് ഓർത്തിട്ടാണ് നമ്മൾ 3-ാം തീയതി ആവേണ്ട പീരിയഡ്സിൻ്റെത് നമ്മൾ 7-ാം തീയതി ആയപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതും ഒരു കോമഡിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 6-ാം തീയതി ഓൾറെഡി ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്രഗ്നൻസി കിറ്റൊക്കെ മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അപ്പോഴും മനസ്സിലൊന്നും വിചാരിക്കണമല്ലോ, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ വിചാരിക്കണുള്ളൂ. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും അത് വർക്ക് ചെയ്യണില്ല. അങ്ങനെ അത് പാടെ അങ്ങോട്ട് മാറ്റി വെച്ചു. പിറ്റേ ദിവസം 7-ാം തീയതി വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് 2 എണ്ണം മേടിച്ചു. ഒരെണ്ണം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 2-3 എക്സ്ട്രാ മേടിച്ചിട്ട് വേണം ടെസ്റ്റ് ചെയ്യാനായിട്ട്. എങ്ങനെ ഒരെണ്ണം ചീത്തായി പോയാലും നമുക്ക് അന്ന് തന്നെ 2ാമത്തെ ടെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് 2 എണ്ണം മേടിച്ചു. 2 എണ്ണം മേടിച്ചിട്ട് ഒരെണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇങ്ങനെ നിൽക്കുകയാണ്, രാവിലെ എണീറ്റ് ഉറക്കപ്പിച്ച് ഇങ്ങനെ നിൽക്കണേണ്. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു വരെ തെളിഞ്ഞു. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 2ാമത്തെ തെളിഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് എന്തൊക്കെയോ ഉറക്കപ്പിച്ചാണോ അല്ലെങ്കിൽ ഞാനിനി ഉറക്കത്തിലാണോ ടെസ്റ്റ് ചെയ്യണത്, ഞാൻ എണീറ്റിട്ട് ശരിക്കും ടെസ്റ്റ് ചെയ്യണേണമെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് ഉള്ളിയൊക്കെ നോക്കി തന്നെ. അപ്പോൾ ശരിയാണ്. അപ്പോൾ 2ാമത്തെയും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഞാനെടുത്ത് ഇനി ഇത് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ 2ാമത്തെയും കൂടി വേഗം പൊട്ടിച്ച് അതും കൂടി ഇട്ട് നോക്കി. അതും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതിലും 2 വരെ കാണിച്ചു. അപ്പോൾ തന്നെ കൺഫേമായി. ഈശ്വര, അപ്പോൾ തന്നെ 2 കൺഫേമായി. പിന്നെ ഞാനെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇന്നലെ നോക്കിയിട്ടുള്ളതുണ്ടായിരുന്നു കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിലും 2 വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 എണ്ണത്തില്ല. അപ്പോൾ തന്നെ കൺഫേം ആയത്. അപ്പോൾ എന്താ സംഭവിക്കണത്, ഇത് സന്തോഷിക്കാനുള്ള വകയാണോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കതൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ദിവസം മൊത്തം വേണ്ടി വന്നു. അപ്പോൾ ആകെപ്പാടെ ഒരു ബ്ലാങ്ക് ആയിപ്പോയി. അപ്പോൾ ഞാൻ ചേട്ടനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ പുള്ളിയും അത് അക്സെപ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡോക്ടറെ കണ്ട് ഒന്ന് സെറ്റായിട്ട് നമുക്ക് മനസ്സിലതൊന്ന് ഉറപ്പിക്കാം. കാരണം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, പല ടൈപ്പ് പ്രഗ്നൻസികളുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ആഹ്ലാദിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ സങ്കടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് ഇതുള്ളത് തന്നെയാണോ, ഇത് കാര്യമായിട്ടാണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണാം എന്നുള്ള സെഗ്മെൻ്റായി. അപ്പോൾ വർക്കിന് പോയി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് കാര്യം പറഞ്ഞു. അപ്പോൾ അന്ന് നമ്മൾ PCODയുടെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന സെയിം ഡോക്ടറെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടാകും കൺസീവിങ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആ ഡോക്ടറെ തന്നെ കാണിക്കുക എന്നുള്ള ഇതിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേറെ ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ അങ്ങോട്ട് പോയി നമ്മൾ. അങ്ങനെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് സ്കാനിങ്, എനിക്ക് ഈ സ്കാനിങ് ഒക്കെ ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോണതും ഇഞ്ചക്ഷൻ ടാബ്ലറ്റ് കഴിക്കണത് അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഡിപ്രഷനായി പോണ കേസാണ് അതൊക്കെ. അപ്പോൾ ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് പേടി, ഇനി ഇത് സ്കാനായിരിക്കും, ഈശ്വര എങ്ങനത്തെ സ്കാനായിരിക്കും. ഓൾറെഡി ഒന്ന് PCODയുടെ സ്കാൻ ചെയ്തത് ഓർമ്മയുണ്ട്, അത് 2 രീതിയിലും സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ ആയിരിക്കും ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് പോയി സ്കാൻ ചെയ്തു. ഡോക്ടർ തന്നെയാണ് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളെ കാണിച്ചു തന്നു. അപ്പോൾ കാണിച്ചു തന്നപ്പോഴത്തേനും ചെറിയൊരു എന്ന് വെച്ചാൽ വെജൈനൽ സ്കാനായിരുന്നു ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു കടുകിൻ്റെ അത്രയുള്ള ഒരു സംഭവം ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടത്. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഏതാണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സൂം ചെയ്തിങ്ങനെ കാണിച്ചു തന്നു, ഇത് നമുക്ക് ഓക്കെ ആണ്, നമുക്കിനി ഒരു 7 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ് കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഏർലി സ്കാൻ ആയത് കാരണം കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഫോളിക് ആസിഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ വേറെ ഒരു ടാബ്ലറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫോളിക് ആസിഡ് എടുക്കുക രാവിലെ. അങ്ങനെ നമുക്ക് ഫോളിക് ആസിഡ് തന്നു. 7 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമുക്ക് 5 ആഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7ാമത്തെ ആഴ്ചയാണ്. അപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് ഗ്രോത്ത് വരാമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഇതൊക്കെ അതിന് ശേഷം ഞാൻ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 7ാമത്തെ ആഴ്ച നമ്മൾ വീണ്ടും പോയി. അപ്പോൾ ഒന്നുകൂടി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്യണ വേറെ ബിൽഡിങ്ങിലാണ്, സെയിം ഹോസ്പിറ്റലിൽ തന്നെ വേറെ ബിൽഡിങ്ങിലാണ്. നമ്മളവിടെ പോയി സ്കാൻ ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ അവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു
എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ചെറുതായിട്ടൊരു ബ്ലീഡിങ് വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് മിക്ക പ്രഗ്നൻസിയിൽ അങ്ങനെ കാണിക്കാറുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു യൂട്രസിൻ്റെ ചെറിയതായിട്ട് എന്ന് വെച്ചാൽ പീരിയഡ്സ് ആവാൻ പോണത് പോലെ ഒരു ബ്ലഡ് സാക്ക് പോലെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാറ്റും കിളി എന്തൊക്കെയോ പറന്നുപോയി. എനിക്ക് ആകെപ്പാടെ അങ്ങോട്ട് ഇല്ലാണ്ടായി. കാരണം അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര ഒരു, ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി സീരിയസ് ആണോ, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ എന്താ ഇത് ബ്ലീഡിങ് ആകുമോ, അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കേസാണോ, അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇനി 2 നേരം ഇഞ്ചക്ഷൻ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ എന്തായാലും അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് രാവിലെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, വൈകിട്ട് ഒരു ഇഞ്ചക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മളത് മര്യാദക്ക് നോക്കിയില്ല എന്നാണെങ്കിൽ മേ ബി അത് ബ്ലീഡിങ് ആയിട്ട് അത് പോവാം, ബ്ലീഡിങ്ങിൻ്റെ ഒപ്പം ചിലപ്പോൾ അത് പോവാന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലീഡിങ് ആവാണ്ടിരിക്കാനും പിന്നെ ഒരു സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 നേരം ഇഞ്ചക്ഷൻ വെക്കണം. അങ്ങനെ 3 ദിവസം ഇവിടെ അഡ്മിറ്റ് ആവണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആലോചിച്ച് ടെൻഷൻ ആവേണ്ടതെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയെന്ന് വെച്ചാൽ ബ്ലീഡിങ് ആയി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ, പിന്നെ 3 ദിവസം അഡ്മിറ്റ് ആവണോ എന്നുള്ളൊരു ടെൻഷൻ, പിന്നെ 2 നേരം ഇഞ്ചക്ഷനോ അത് ഓർത്തിട്ട് വേറെ ടെൻഷൻ, പിന്നെ ഇഞ്ചക്ഷൻ ഇനി എവിടെയായിരിക്കും വെക്കാൻ വേണ്ടി പോണത്, അത് വേറെ തന്നെ ഒരു ടെൻഷൻ. അങ്ങനെയൊക്കെ ആലോചിച്ചു. അങ്ങനെ വേഗം അമ്മ വന്നു. അപ്പം തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ നമ്മളെ ലേബർ റൂമിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ലേബർ റൂമിൽ നിന്ന് കേട്ടപ്പോൾ അതിൻ്റെ വേറെ ടെൻഷൻ, എന്തിനാണ് എന്നെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകണത് എന്നുള്ളത് വേറൊരു സംശയം. ഫോണും സാധനങ്ങളും എല്ലാം ചേട്ടൻ്റെ അതുപോലെ തന്നെ അമ്മയുടെ കൊടുത്തിട്ടാണ് എന്നെ ഈ നേഴ്സ് ലേബർ റൂമിലോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് ഇനി എന്തിനാണ് ലേബർ റൂം, എന്നെ ഏതെങ്കിലും ഒരു റൂമിൽ കൊണ്ടുപോയാൽ പോരെ, എന്നെ അഡ്മിറ്റ് ചെയ്യാനുള്ള റൂമിൽ കൊണ്ടുപോയി അവിടെ പോയി ഇഞ്ചക്ഷൻ വെച്ചാൽ പോരെ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ലേബർ റൂമിൽ കൊണ്ടുപോയപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ബെഡ് ഇങ്ങനെ ഇട്ടേക്കാണ്, കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കണം. ഒരു നേഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ഒരാളും ഇല്ല. അവിടെ കിടന്നോളാനും പറഞ്ഞു തന്നെ. കുറേ നേരം ഞാൻ അവിടെ കിടന്നു. ഒരു 5 മണിക്കാണ് എന്നെ, 5 മണി 5 കാലൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് എന്നെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകണത്. 7 മണിയായിട്ടും ഒരാളും വന്നിട്ടുമില്ല. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് വരുന്നുണ്ട്, എന്തൊക്കെയോ എൻ്റെ ചെക്ക് ചെയ്യാനുണ്ട്, ബ്ലഡൊക്കെ എടുക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോഴത്തേന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വേറെ നേഴ്സ് വരുമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് HIV പിന്നെ എന്തൊക്കെയോ തൈറോയിഡിൻ്റെതോ അതിൻ്റെ ഇതിൻ്റെ എന്തൊക്കെയോ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോയി. അപ്പോഴും അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും എവിടെ, എന്നെ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കണം, ഇത്ര മണിക്കൂറായി, ആകെ വാച്ച് മാത്രമുണ്ട്, ഈ സമയം നോക്കി ഞാനീ കിടക്കണേണ്. അതിൻ്റെ ഇടക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, ബ്ലീഡിങ് ആവുമോ എന്നുള്ളതിൻ്റെ ടെൻഷൻ വേറെ. അപ്പോൾ അത്രയും മണിക്കൂർ ഞാൻ അവിടെ ഒറ്റക്ക് ഇങ്ങനെ കിടക്കണമായിരുന്നു. അങ്ങനെ കുറേ നേരം കിടന്നു കഴിഞ്ഞപ്പോഴത്തേന് റൂം ശരിയാവാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അതിൻ്റെതായിരുന്നു അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡോക്ടർ വന്നപ്പോഴത്തേന് ഇഞ്ചക്ഷൻ വെക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് എവിടെയാണ് ഇഞ്ചക്ഷൻ വെക്കണം എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബട്ടക്സിലാണെന്ന് പറഞ്ഞു. എന്നാലും ബട്ടക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കൊരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സ്വപ്നമാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇഞ്ചക്ഷൻ, അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചത്. ബട്ടക്സ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായി. അങ്ങനെ അവരവിടെ ഇഞ്ചക്ഷൻ വെച്ചു. നല്ല വേദന ഉണ്ടായിരുന്നു ആ ഇഞ്ചക്ഷന്. അങ്ങനെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് റൂമിലോട്ട് മാറ്റി. പിന്നെ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ 3 ദിവസത്തേക്കാണ്. അപ്പോൾ അന്ന് വൈകിട്ട് അഡ്മിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ വെള്ളിയല്ല വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് അഡ്മിറ്റ് ചെയ്തു. വ്യാഴം, വെള്ളി, ശനി, പിന്നെ സൺഡേ രാവിലെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ അഡ്മിറ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ ഒരു 6 മണിയായപ്പോൾ തന്നെ നേഴ്സ് വന്നു. എന്തിനാ ഇഞ്ചക്ഷൻ വെക്കാൻ രാവിലത്തെ. അപ്പോൾ അതൊക്കെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഉറക്കിപ്പിച്ച് ഞാൻ ഇഞ്ചക്ഷൻ വെക്കാനുള്ളത് കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വൈകിട്ട് 7 മണിയായപ്പോഴത്തേന് 2ാമത്തെ ഇഞ്ചക്ഷൻ ആ ദിവസത്തെ. പിന്നെ അതേപോലെ തന്നെ ശനിയാഴ്ച രാവിലെ 5:30 പിന്നെ വന്നു. 5:30, 6 മണി, 6:30 ആ ഒരു ടൈമിനുള്ളിലായിരിക്കും രാവിലത്തെ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതും വെച്ചിട്ട് അവർ പോയി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു കഠിനമായിട്ടുള്ള ഒരു പീരീഡായിരുന്നു എൻ്റെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോ ഇത്ര കഠിനമായിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല, അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ വീടും നാടും ഒന്നുമായിട്ടൊരു സമ്പർക്കമില്ല. ആകെ ആ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നേഴ്സുമാരും മാത്രമേ ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ അറിയാമല്ലോ. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കണോണ്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 7 ആഴ്ച കഴിയാറായിട്ടോ. 7 ആഴ്ച ഇത്ര ദിവസം എന്തോ ആയപ്പോഴാണ് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
എന്ന് വെച്ചാൽ 7 ആഴ്ചയുടെ ആയിരുന്നല്ലോ നമ്മൾ സ്കാനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 ആഴ്ച ഒരു 3-4 ദിവസം അങ്ങനെ ആയിട്ടുണ്ടാവും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് പിന്നെ ഡോക്ടർ ഒന്നും കൂടി എന്നെ ചെക്കപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വലിയ മാറ്റമായിട്ടൊന്നും കാണിക്കുന്നില്ല, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ തന്നെ ടാബ്ലറ്റും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ 3 നേരം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസമല്ലേ നമ്മളിപ്പോൾ കഴിച്ച് മെഡിസിൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം വലിയ മാറ്റമായിട്ടൊന്നും കാണിക്കുന്നില്ല. എന്തായാലും ഒരു 2 ആഴ്ചയും കൂടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രാവൽ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാനത് കഴിഞ്ഞ് വർക്ക് ഫ്രം ഹോം ആക്കി വീട്ടിലിരുന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രാവലൊക്കെ മാക്സിമം ഒഴിവാക്കി, പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം വേഗം ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ട് വർക്ക് ഫ്രം ഹോം ആക്കി 2 ആഴ്ച. അപ്പോൾ 7 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് വോമിറ്റിംഗ് ഒന്നുമില്ലേ, വേറെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലേ. അപ്പോൾ ആ ഒരു ഇതൊന്നും എനിക്ക് ഒന്നും തോന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി, ശരിക്കും ഞാൻ ഗർഭിണി തന്നെയാണോ, എനിക്കെന്താ വോമിറ്റിംഗ് വരാത്തത്, ഇനി വോമിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അത് വേറെ കഥ കേട്ടാ. അപ്പോൾ എന്താ വോമിറ്റിംഗ് വരാത്തത് എന്നുള്ളതിൻ്റെ ടെൻഷനായി. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നമുക്കറിയാമല്ലോ, കുറച്ചൊന്ന് നമ്മൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാനൊക്കെ തുടങ്ങുമല്ലോ. ഈ ബ്ലഡിൻ്റെ സാക്കിൻ്റെ ഇഷ്യൂ വന്നതും ഞാൻ യൂട്യൂബിലും പിന്നെ കുറേ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് കോമൺ ആണ്, മിക്ക ആൾക്കാർക്കും അങ്ങനെ വരാറുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് തന്നെ നോക്കണം, ഇല്ലാന്നാണെങ്കിൽ മിക്ക ആൾക്കാർക്കും അത് ബ്ലീഡിങ് ആയിട്ട് പോയിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. അത് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ടെൻഷൻ നമ്മൾ അത്രയും നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു 3 ആഴ്ച. അപ്പോൾ വലിയ രീതിയിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടറെ കണ്ട് വീണ്ടും ചെക്ക് ചെയ്തപ്പോഴാണെങ്കിലും നമുക്കത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് പിന്നെ എനിക്ക് വോമിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു 8 ആഴ്ച ആയപ്പോഴാണ് കേട്ടോ. അതൊരു എന്ന് വെച്ചാൽ എല്ലാ മാറ്റങ്ങളും ഒരാഴ്ചയിൽ ഒരു ദിവസത്തിലായിരിക്കും എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വോമിറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പല പല ആക്ടിവിറ്റീസ് ഈ പ്രഗ്നൻസിയിൽ നമ്മുടെ ബോഡിയിലും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ദിവസത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. സത്യം പറഞ്ഞിട്ട് അതായിരുന്നു എന്ന് തോന്നുന്നു എൻ്റെ 8ാമത്തെ ആഴ്ചയുടെ തുടക്കം സ്റ്റാർട്ട് ചെയ്തു. വോമിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ലാസ്റ്റ് വോമിറ്റ് ചെയ്തത് 10th പഠിക്കുമ്പോഴാണ്. 10th പഠിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പറ്റാണ്ടായപ്പോൾ രാത്രി ഞാൻ എണീറ്റിട്ട് വോമിറ്റ് ചെയ്തു. അതാണ് ലാസ്റ്റ് വോമിറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ലോങ് ട്രാവൽ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ AC ഉള്ള റൂമിലിരുന്ന് ഫുഡ് കഴിക്കണതിൻ്റെ സ്മെല്ലുകളോ അല്ലെങ്കിൽ ചാണകത്തിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ കറി താളിക്കണം അങ്ങനത്തെ ഒന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല. എനിക്കങ്ങനെ സ്മെല്ല് റിലേറ്റ് ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വായൊക്കെ ഭയങ്കര ഓവണം, എന്തോ പോലെ ആവണം. പിന്നെ ഞാൻ പല്ലേക്കാൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ബോഡി തന്നെ എന്ന് വെച്ചാൽ എന്തോ എനിക്ക് എൻ്റെ ബോഡിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത വന്നിട്ട് വയ്യ, വായൊക്കെ കഴിക്കണം എന്തൊക്കെയോ തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ബോഡി തന്നെ വോമിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ എടുത്ത് വയറും നെഞ്ചും തലയും ഒക്കെ കൂടി ഇങ്ങനെ ഇതായിട്ട് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒന്നുമില്ല വോമിറ്റിങ് എന്ന് വെച്ചാൽ രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് വെള്ളം മാത്രമാണ് വന്നത് താനും. എന്നാൽ ഭയങ്കരമായിട്ട് പ്രഷർ എടുത്തിട്ടാണ് ആ വോമിറ്റ് ചെയ്യണത് നമ്മൾ. അപ്പോൾ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോവും. അപ്പോൾ അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ എണീക്കണത്. അപ്പോൾ ഓരോ രാവിലെ എണീക്കുമ്പോഴത്തേനും വോമിറ്റ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലാണ് അന്നൊക്കെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു 2 ആഴ്ചയൊക്കെ ഞാനൊരു 3 ദിവസമൊക്കെ വോമിറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ വോമിറ്റിംഗ് നിർബന്ധം എന്നുള്ള രീതിയിലായി. അതൊരു 4 മാസത്തിൻ്റെ ഒരു പകുതി വരെയൊക്കെ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ വോമിറ്റിംഗ് വരാനുള്ളതെന്ന് വെച്ചാൽ സ്മെല്ലിൻ്റെ കേസാണ്. കറി താളിക്കണതിൻ്റെ സ്മെല്ല്, പിന്നെ ചില സ്പ്രേ ഒന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. നേരത്തെ സ്പ്രേ എന്ന് പറയുന്നത് ചാവുന്ന ഞാനായിരുന്നു. എനിക്ക് എൻ്റെ സ്പ്രേ തന്നെ അടിക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ വോമിറ്റ് ചെയ്യാനുള്ള ഭയങ്കര ടെൻഡൻസി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആൾക്കാരോടുള്ള സമ്പർക്കങ്ങൾ എനിക്ക് തീരെ താല്പര്യമില്ലാണ്ടായി. ആരും എന്നെ വിളിക്കണത് ഇഷ്ടമല്ല, ആരോട് എനിക്ക് സംസാരിക്കണത് ഇഷ്ടമല്ല. പിന്നെ എന്താ പറയുക, കൂടുതൽ നേരം എന്നോട് സംസാരിക്കണമെന്നും ഇഷ്ടമല്ല. എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ള ഒരു സ്റ്റേജായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഹസ്ബൻഡിനോടുള്ള ഒരു താല്പര്യക്കുറവ്, പുള്ളി അടുത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ആരുടെയെങ്കിലുമൊക്കെ മെക്കിട്ടൊക്കെ ഇങ്ങനെ കയറണം. വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ വല്യച്ഛനും ചേട്ടനുമായിരുന്നു എൻ്റെ ഇര ആ സമയത്ത്. അപ്പോൾ അതൊക്കെ എന്താണ് ഞാനിങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ നോക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. എനിക്ക് ഫോൺ തീരെ താല്പര്യമില്ല. ഫോൺ എൻ്റെ അടുത്തിരുന്ന് മെസ്സേജിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ റിംഗ് ടോൺ അടിക്കുന്നത്, പിന്നെ
അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ വെയിൽ കാണുന്നത് ഇഷ്ടമല്ല, പുറത്തോട്ട് ഇറങ്ങണത് ഇഷ്ടമല്ല, അങ്ങനത്തേക്കുള്ളൊരവസ്ഥ. എനിക്ക് ഫുൾ ടൈം ഇങ്ങനെ ടി വി കണ്ടിട്ട് കിടക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇത് കാണാൻ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ആയിരുന്നോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ. പിന്നെ ഫുഡിൻ്റെ കാര്യമെന്നുണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കണം തീരെ താല്പര്യമുണ്ട്. ചോറ് എനിക്ക് ഞാൻ തന്നെ പ്ലേറ്റിലെടുത്തിട്ട് കറിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, സാഹചര്യം, അതെനിക്ക് വേണ്ട. എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ കുഴച്ചിട്ട് കറിയൊക്കെ ഇട്ട് എനിക്ക് വാരി തന്നാൽ ഞാൻ മാക്സിമം കഴിക്കാൻ ശ്രമിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ അത് മാത്രമല്ല, വേറെ കറികളൊന്നും എനിക്ക് കൂട്ടാൻ പറ്റില്ല. മീനിൻ്റെ സ്മെൽ ഇഷ്ടമല്ല, മീൻ കാണുന്നത് ഇഷ്ടമല്ല, ചിക്കൻ, ബീഫ്, പച്ചക്കറികൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു ആ സമയത്ത്. ഫ്രൂട്ട്സ്, കാര്യങ്ങൾ, നട്ട്സ്, ഈ പറഞ്ഞ ഒരു സാധനങ്ങൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല. കാരണം ഈ സാധനങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വോമിറ്റിങ്ങിനേക്കാൾ കൂടുതൽ നമ്മൾ പറയില്ല ഓക്കാനം, ജസ്റ്റ് ഇങ്ങനെ വരും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ അതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് എനിക്ക് ഭയങ്കര നെഞ്ചരിച്ചിലായിരുന്നു, ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. അതെന്ന് വെച്ചാൽ ഓരോ ദിവസവും എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ ദിവസം തള്ളി നീക്കിയത് ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇപ്പം ഇങ്ങനെ ഉണ്ടാകും, ഒരു 3 മാസം കഴിയുമ്പോഴത്തേനും റെഡിയാവും, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മൈൻഡിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എന്താ ഞാൻ ഇങ്ങനെ ആവണത്, എനിക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി എന്ന് പറയുന്നത് ക്ഷീണം ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാകും, പിന്നെ മാറി എവിടെയെങ്കിലും പോയി ഇരിക്കുക, ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, ഫുൾ റെസ്റ്റ്. അങ്ങനെയായിരുന്നു എൻ്റെ പ്രഗ്നൻസി ലൈഫ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചിന്തയിൽ അങ്ങനെയായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് വരുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഓരോ ആൾക്കാർക്കും ഓരോ പോലെ ആയിരിക്കും. ചിലപ്പോൾ എൻ്റെതുപോലെ ആയിരിക്കില്ല ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭിണി ആയിരുന്ന ഓരോ ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ നിങ്ങൾക്ക് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ കുറേ ചോദിച്ചു. അപ്പോൾ പലർക്കും പലതരത്തിൽ ഇതാണ്. അപ്പോൾ ഞാൻ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. ശരിയാണ്, ഓരോ ആൾക്കാർക്കും ഓരോ പോലെയാണ്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ വേറൊരാൾക്കും നമ്മളെ ആ സമയത്ത് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ സമാധാനപ്പെടുത്താനോ പറ്റില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ തന്നെയാണ് നമുക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ അതിൽ നിന്ന് പഠിച്ചത്. പിന്നെ അത് മാത്രമല്ല, ചുറ്റിനുള്ള ആൾക്കാർ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ തരണം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം നമ്മളിങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേനും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നീ ഇതെന്താ കാണിക്കണത്, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ളതാണോ, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും നമ്മളൊന്നും കൂടി നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവും അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേനും. അപ്പോൾ അങ്ങനെ വന്നെന്നല്ല ഞാൻ പറയണത്, അങ്ങനെ ഓൾറെഡി അങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യവും, പിന്നെ മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആളും നമ്മളും ആ ഒരു പീരീഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകാമെന്നല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 4 മാസത്തിൻ്റെ പകുതിയൊക്കെ ആയപ്പോഴത്തേനും വോമിറ്റിംഗ് ഒക്കെ മാറി. ഫുഡ് കഴിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് വലിയ രീതിയിൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ചോറ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങി. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് പ്രശ്നം അതായിരുന്നു, വോമിറ്റിങ്ങും പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റായിക, പിന്നെ ഇതുപോലത്തെ മൂഡ് സ്വിങ്സ്. ചില സിനിമകൾ കാണുമ്പോൾ വരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുമായിരുന്നു. എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആവണേക്ക് മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ സമാധാനം വന്നോട്ടെ എന്ന് ഓർത്തിട്ട് കാണാനായിട്ട് ടി വിയിലിട്ട് കണ്ടു കഴിയുമ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്ന അവസ്ഥ. എനിക്കറിയാൻ പാടില്ല, എനിക്കൊന്നും 2-3 പേര്, കുറച്ച് പേരെയൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു ആ ഒരു സമയത്ത്. ബാക്കിയുള്ള എല്ലാവരോടും എനിക്ക് ദേഷ്യം വരുന്നു. എനിക്കറിയില്ല, എൻ്റെ ബന്ധുക്കളോടൊക്കെ എനിക്ക് എന്തുമാത്രം ദേഷ്യം വരുന്നതെന്നറിയോ, പക്ഷെ അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഞാനെന്തിനാ ഇവരോട് ഇങ്ങനെയൊക്കെ ചിന്തിക്കണത്. പിന്നെ രാത്രി ചില ദിവസമൊന്നും എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ ഓരോ വ്യക്തികളെ പറ്റി ഇങ്ങനെ ആലോചിക്കും. ആ വ്യക്തിയും ഞാനും തമ്മിൽ വലിയ ദൂരമായിരിക്കും. ചിലപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അയാൾ അന്ന് ചെയ്ത കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ഈ 11 മണിയാകുമ്പോൾ ഇരുന്ന് ആലോചിച്ചിട്ട് അയാളെ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും, അയാളെ പറ്റിയായിരിക്കും ചിലപ്പോൾ ആലോചിക്കണത്. അയാൾ എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞു, എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതൊക്കെ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇറിറ്റേഷൻ ആയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെയൊക്കെ ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അതൊക്കെ ഓരോ ഹോർമോണിൻ്റെ ആണെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ആ ഹോർമോൺസ് ഇത്രയും ഇതായിട്ടുള്ളതാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്.
അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ 3 മാസം. എങ്ങനെയൊക്കെയോ പെട്ടെന്ന് പോയി എന്ന് പറയാം, പക്ഷേ ഓരോ ദിവസവും എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. പിന്നെ രണ്ടാമത്തെ ട്രൈമസ്റ്ററിലോട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പയ്യെ മാറി വരുന്നല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഫ്രൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല. മധുരം എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടക്കേടാണ്. ഇപ്പോഴും എനിക്കതേ മധുരത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇടയ്ക്ക് എന്തെങ്കിലും വല്ല ക്രേവിങ്സ് തോന്നാമെന്നുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കും ഇങ്ങനെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കൂടുതലും ഞാൻ ഷുഗർ ഇതാക്കാറില്ല. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ 3-ാം മാസത്തെ സ്കാനിങ് ഉണ്ടായിരുന്നു, എൻ ടി സ്കാൻ നോക്കിയപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വലിയൊരു ഇഷ്യൂ അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാസൻ്റ കുറച്ച് ലോ ലൈങ് പ്ലാസൻ്റ എന്നാണ് അതിനെ പറയണത്. എന്ന് വെച്ചാൽ പ്ലാസൻ്റ തന്നെ പല ടൈപ്പ് ഉണ്ട്, ആൻറ്റീരിയർ പ്ലാസൻ്റ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ഇറങ്ങിയിട്ടാണ് പ്ലാസൻ്റ നമ്മുടെ യൂട്രസിൽ ഒട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണത്. എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ ഓടിത്തുള്ളിയൊക്കെ നടന്ന് ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പൊക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ് വരാമെന്നുള്ളൊരു ചാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ താഴെയായിട്ടാണ് ഇരിക്കുന്നത്, ഭയങ്കര താഴെയല്ല, പക്ഷെ കുറച്ച് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും അത് എന്ത് സംഭവിക്കുക എന്നുള്ള ലെവലിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ യൂട്രസ് എന്തായാലും 3 മാസമല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ ഒരു 4, 5, 6 മാസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ യൂട്രസ് ഒന്ന് വികസിക്കും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അറ്റാച്ച് ആയിട്ടുണ്ടായിരുന്നത് യൂട്രസ് വലുതാവുന്നതനുസരിച്ച് മേലോട്ട് കയറിപ്പോവും. അപ്പോൾ അത് സേഫ് ആവുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് 2 മാസം അപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ള ലെവലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് സേഫായിട്ട് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാമെന്നുണ്ടായിരുന്നത്. പിന്നെ ഫുഡും കാര്യങ്ങളും 3-ാം മാസം കഴിഞ്ഞപ്പോൾ മുതൽ അത്യാവശ്യം കഴിക്കാൻ തുടങ്ങി. എന്നാലും അത്യാവശ്യം നമുക്ക് പറ്റുന്ന മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അയണും കാൽഷ്യവും തരാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ എനിക്ക് വലിയ രീതിയിൽ എൻ്റെ ബോഡിയിൽ എന്ത് മാറ്റം വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-ാം മാസം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങി. പക്ഷേ കഴുത്തിലൊന്നുമല്ല, എൻ്റെ അണ്ടർ ആംസ്, പിന്നെ കാല്, അങ്ങനെ അണ്ടർ ആംസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് തോന്നി കേട്ടോ. സാധാരണ എല്ലാവർക്കും കഴുത്താണ് പിഗ്മെൻറ്റഡ് ആവാമെന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ 8-ാമത്തെ മാസമായി, പക്ഷേ കഴുത്ത് വലിയ രീതിയിൽ പിഗ്മെൻറ്റഡ് ആയിട്ടില്ല. പക്ഷേ എൻ്റെ അണ്ടർ ആംസ് അതിനു വീണ്ടും പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും അതിങ്ങനെ പിഗ്മെൻറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. നമ്മുടെ ബോഡി മാറാണ്. പിന്നെ സ്ട്രെച്ച് മാർക്ക് വരാൻ തുടങ്ങി, സ്റ്റൊമക്കിൽ വയറിൽ സ്ട്രെച്ച് മാർക്ക് വരാൻ തുടങ്ങി. പക്ഷേ അത് ഞാൻ ഓയിലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പുറമെ വരുമ്പോഴത്തേനും ഒരു ചെറിയൊരു സങ്കടം. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി മാറാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സങ്കടമായിട്ട് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ സമാധാനിക്കണേണ്. പിന്നെ എനിക്ക് അതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ളത്, ഈ ഹോർമോൺ ചേഞ്ചിൻ്റെതും പിന്നെ ഫുഡ് കഴിക്കുക. എന്ന് വെച്ചാൽ ഞാനൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ബിരിയാണി, മന്തി, മസാലയുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് കുറേശ്ശെ കഴിക്കാൻ പറ്റണത്. പിന്നെ ഞാൻ എന്താ കഴിച്ചിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈം സോഡ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അധികം കുടിക്കാൻ പാടില്ല, പക്ഷെ എനിക്ക് ആകെ ഇത്തിരി സന്തോഷം കിട്ടിയിരുന്നത് ആ ലൈം സോഡ, സോൾട്ട് ഇട്ട് ലൈം സോഡ കുടിക്കുമ്പോഴായിരുന്നു. അത് എനിക്ക് ഡെയിലി കിട്ടിയാൽ ഞാനത് കുടിക്കും. ഞാൻ സന്തോഷവതിയായിരുന്നു. ചിലപ്പോൾ കുട്ടിക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ അതിനോട് വലിയ ക്രേവിങ്സ് ഒന്നും തോന്നുന്നില്ല. എനിക്കൊരു 6-ാമത്തെ മാസം വരെയൊക്കെ എനിക്ക് ലൈം സോഡ മുഖ്യമായിരുന്നു. പക്ഷെ അത് കാർബൺ ഡൈ ഓക്സൈഡാണ്, അപ്പോൾ അധികം അത് കൺസീവ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും ചില സമയത്ത് ഗ്യാസൊക്കെ കയറുമ്പോഴത്തേനും നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തിന് ഞാൻ ലൈം സോഡ കുടിക്കുമായിരുന്നു കേട്ടോ. പിന്നെ പ്രഗ്നൻസിയിൽ മെയിനായിട്ട് ഉണ്ടായിരുന്ന 2 സ്കാനിങ്, ഒന്ന് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന 7 വീക്കിൻ്റെ സ്കാനിങ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3rd മന്തിലെ NT സ്കാനായിരുന്നു.
പിന്നെ ഉള്ളത് 5th മന്തിലെ അനോമലി സ്കാനായിരുന്നു കേട്ടോ. ഈ അനോമലി സ്കാനിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ് കാര്യങ്ങളും. അപ്പോൾ ഷുഗർ ഉണ്ടാവില്ല എന്ന് എനിക്കറിയായിരുന്നു, കാരണം ഞാൻ വലിയ രീതിയിൽ മധുരമൊന്നും കഴിക്കില്ലായിരുന്നു. കാരണം മധുരം കഴിക്കുമ്പോൾ അപ്പം തന്നെ മറ്റേ ഓക്കാനം വന്നത് കാരണം കൂടുതലും ഞാൻ സോൾട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഉപ്പിട്ട സോഡയോ അല്ലെങ്കിൽ ഉപ്പിട്ട ലൈം സോഡയോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കാറുണ്ടാവുക. പിന്നെ രാവിലെ കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ആയിരിക്കും. ചായ സത്യം പറഞ്ഞാൽ കുടിക്കാൻ പാടില്ല, പക്ഷേ എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. പക്ഷെ എന്നാൽ അത് കുടിക്കാനുണ്ടോയെന്ന് വെച്ചാൽ അതുമില്ല. എന്ന് വെച്ചാൽ രാവിലെ ചായ കുടിക്കുന്നു, ഒരു സെക്കൻഡോ 2 സെക്കൻഡോ കഴിയുമ്പോൾ തന്നെ അതപ്പം തന്നെ വൊമിറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതാണ് വയറ്റിലോട്ട് എത്തണുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തണില്ല. പിന്നെ എന്താ കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ആ ഒരു സമയമായിരിക്കും. പിന്നെ വൈകിട്ട് ഇത്തിരി ഓക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ വൈകിട്ട് കോഫിയോ അല്ലെങ്കിൽ ചായയോ കുടിക്കും. പാലൊന്നും ഞാൻ ആ സമയത്ത് തൊട്ടിട്ടേ ഇല്ല. പാല് കാണുമ്പോൾ തന്നെ എനിക്ക് ഓക്കാനം വരുമായിരുന്നു. പിന്നെ മുട്ടയൊന്നും കഴിക്കില്ലായിരുന്നു. അങ്ങനത്തെ നല്ല ശീലങ്ങളൊന്നും എനിക്ക് ആദ്യത്തെ 3 മാസം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഞാൻ നോക്കി കഴിക്കുമെങ്കിലും ചിലപ്പോൾ വൊമിറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ കഴിക്കാറാണ് ചെയ്യണത്. പിന്നെ ഈ 3 സ്കാനിങ് ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ ബേസിക്കായിട്ട് എല്ലാവർക്കും ഉണ്ടാവണത്. പിന്നെ എൻ്റെ കേസിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറായിട്ട് ചെക്കപ്പിന് പോകുമ്പോഴത്തേന് ഡോക്ടർ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാറുണ്ട്. അപ്പോൾ മെയിൻ സ്കാനിങ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഡോക്ടർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു സ്കാനിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നോർമൽ ലൈഫാണ്. പക്ഷെ എന്നാലും നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നൊരു 6th മന്തും 6th അല്ല, ഒരു 5th 6th 7th മന്ത്, ഈ 3 മാസമായിരിക്കും കുറച്ചും കൂടി നമുക്കൊന്ന് ഓക്കെ ആയിട്ട് തോന്നണേന്ന് എനിക്ക്. ഈ 3 മാസമായിരുന്നു, കാരണം അപ്പോഴാണ് ബേബിയുടെ കുറച്ച് മൂമെൻറ്റ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതേപോലെ തന്നെ കുറച്ചൊക്കെ ക്ഷീണമൊക്കെ ഒന്ന് കുറഞ്ഞു. പിന്നെ കുറച്ച് നമ്മുടെ നേരത്തെ ഒരു ലൈഫിലോട്ട് പോയതുപോലെ തോന്നും. വേറൊക്കെ കാര്യങ്ങളൊക്കെ വെക്കും, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ എനിക്ക് വയറ് കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ ഇനി വെക്കുമായിരിക്കാം. എനിക്ക് ഓൾറെഡി കുറച്ച് ഫാറ്റി ആയത് കാരണം വയറ് കുറച്ച് കുറവായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 5, 6, 7 ഈ 3 മാസങ്ങൾ കുറച്ച് നോർമലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ 8ാം മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി തുടങ്ങി. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററും പിന്നെ അതുപോലെ തന്നെ 3rd ട്രൈമസ്റ്ററുമാണ് കുറച്ച് കഠിനമായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. അപ്പോൾ ഇതുവരെ ഉള്ളത് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. അപ്പോൾ ഇനി 3rd ട്രൈമസ്റ്റർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തോന്നണം എൻ്റെത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രഗ്നൻ്റ് ആയവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സ്വയം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. കാരണം ഏറ്റവും വലിയ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു പീരീഡാണിപ്പോൾ. അപ്പോൾ നമ്മുടെ ബോഡി ഒരുപാട് ചേഞ്ച് ആകും, നമ്മുടെ മൈൻഡ് ഒരുപാട് ചേഞ്ച് ആകും. പക്ഷെ എല്ലാം ബാക്ക് ടു നോർമൽ ആകും എന്നാണ് പറയണത്. എന്നാലും ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പെട്ടെന്നാണ് മാറ്റങ്ങൾ വന്നത്. അപ്പോൾ എല്ലാം നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇപ്പോൾ സ്വയം ഒന്ന് മോട്ടീവ് ആവുക, കൂടെ ഉള്ളവരും അതനുസരിച്ചിട്ട് മോട്ടിവേറ്റഡ് ആവുക, കൂടെ ഉള്ളവർ നമ്മുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. 3rd ട്രൈമസ്റ്ററിൻ്റെ ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുമെന്നാണെങ്കിൽ ഞാനത് വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.